എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ജിമ്യോന് സോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷൻ കിട്ടിയതിൻ്റെ ബാനർ മാറ്റിയിട്ട് ഒളിമ്പിക്സിന് വേണ്ടി തയ്യാറെടുക്കുന്ന ബാനറാണ് കിട്ടുന്നത്. എസ്സൻ്റെ അമ്മയുടെ ഫ്രണ്ട്സും എസ്സനും എല്ലാം മീൻ വിൽക്കുന്നിടത്ത് ഒളിമ്പിക്സിൻ്റെ ആൾക്കാർ വന്നിട്ട് അതെല്ലാം എടുത്ത് കളയുവാണ്. എന്നിട്ട് അവരോട് ഇവിടുന്ന് മാറാൻ പറയുകയാണ്. അങ്ങനെ വലിയൊരു ബഹളം തന്നെ നടക്കുക. അവർ പറയാൻ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തിനാ മാറുന്നത്, ഇതാണ് ഞങ്ങളുടെ ജോലി. ഇവരുടെ ഈ ബഹളം കേട്ടിട്ട് അതിൻ്റെ സംഘാടകരിൽ ഒരാൾ പറയുവാണ്, എത്ര വട്ടം നിങ്ങളോട് പറയണം, ദീപശിഖ കടന്നു വരാൻ പോകുന്ന വഴിയിലാണ് നിങ്ങളുടെ ഈ മീനിട്ട് വിൽക്കുന്നത്. അമേരിക്കക്കാരും എല്ലാ നാട്ടുകാരും ടി വിയിലിരുന്ന് കാണുന്നതാണ്. ഗവൺമെൻറ് ഞങ്ങൾക്ക് ഓർഡർ തന്നിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. സാങ്കിലും ഇയാളുടെ കൂടെ തന്നെ നിൽക്കുവാണ്. അയാൾ പറയാണ്, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഇത്രയെങ്കിലും ചെയ്യണ്ടേ, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് സംസാരിക്കുന്ന നീയെന്നും പറഞ്ഞ് ആൻറ്റിമാർ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. സെപ്റ്റംബറിലല്ലേ ഇത് പാസ്സാക്കുന്നത്, ഞങ്ങൾ എന്തിനാ പിന്നെ ഇപ്പോഴേ മാറുന്നത്. അപ്പോൾ ഒരു ആൻറ്റി പറയുകയാണ് എന്തായാലും എസ്സനെ വിളിക്കാനെന്ന്. അങ്ങനെ ഇതിൻ്റെ ഇടയിലോട്ട് എസ്സൻ വരുവാണ്. അങ്ങനെ എസ്സൻ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ അങ്ങ് കിടക്കുവാണ്. പേടിയുണ്ടെങ്കിലും എസ്സൻ പറയുകയാണ്, എൻ്റെ മേളിൽ കൂടി നിങ്ങൾ എടുത്തോണ്ട് പോയിക്കോളാൻ. അങ്ങനെ എല്ലാവരും കണ്ടിട്ട് അതിശയിക്കുവാണ്, ഇത് നമ്മുടെ എസ്സൻ തന്നെയാണോ. ആൻറ്റിമാർ സാങ്കിലിനോട് പറയുവാണ്, നിന്നെ ഞങ്ങൾ എടുത്തോളാം കേട്ടോ. അടുത്ത സീനിൽ കാണിക്കുന്നത് എസ്സനും ആൻറ്റിമാരും ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം ആൻറ്റി പറയുവാണ്, അടുത്ത ചീഫ് എസ്സൻ ആവണമെന്ന്. അപ്പോൾ ഒരു ആൻറ്റി പറയുകയാണ്, നീ തന്നെ ആവണം, ആ ചതിയനേക്കാളിലും നീ തന്നെ ആവുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ എസ്സൻ പറയുകയാണ്, എനിക്ക് പൊളിറ്റിക്സിനോട് അത്ര താല്പര്യമൊന്നുമില്ല, എനിക്കത് വേണ്ടാന്ന്. അപ്പം മറ്റേ ആൻറ്റി പറയുകയാണ്, നിനക്ക് നിൻ്റെ ഗ്വാൻസിക്കിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തൂടെ. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗ്വാൻസിക്ക് രണ്ടുപേരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരോട് ഗ്വാൻസിക്ക് പറയുവാണ്, എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ പറയുകയല്ല, അവൾ മുൻപ് ക്ലാസ് പ്രസിഡൻ്റായിട്ടൊക്കെ ഇരുന്നിട്ടുള്ളതാണ്, അവളെപ്പോലെ ഒരു മിടുക്കിനെ ഞാൻ ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർക്ക് ബനാന മിൽക്കും കഴിക്കാനായിട്ടൊക്കെ എടുത്തു കൊടുക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, നിനക്ക് ശരിക്കും ആഗ്രഹമുണ്ടോ അവളെ ചീഫായിട്ട് കാണാൻ, അങ്ങനെയെങ്കിൽ അവളായിരിക്കും ഡോങ്വേയിലെ ആദ്യത്തെ ലേഡി ചീഫ്. അപ്പോൾ അവർ ഗ്വാൻസിക്കിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്കിതിൽ അഭിമാനക്കുറവൊന്നും ഇല്ലേന്ന്. അപ്പോൾ ഗ്വാൻസിക്ക് പറയാണ്, എന്തിന്, അവൾ ഫസ്റ്റ് ലേഡി ചീഫ് ആകുമ്പോൾ ഞാൻ ഫസ്റ്റ് ലേഡി ചീഫിൻ്റെ ഹസ്ബൻഡ്, അപ്പോൾ അഭിമാനം കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവർ പറയാണ്, നമ്മളുടെ ക്യാപ്റ്റന് നമ്മളെക്കാൾ വ്യത്യസ്തമായിട്ടുള്ള സ്വപ്നങ്ങളാണ് ഉള്ളതെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് സാങ്കില് എല്ലാവരെയും വിളിച്ച് ഒരു വിരുന്ന് കൊടുക്കുവാണ്. എന്നിട്ട് അയാൾ എല്ലാവർക്കും വിളമ്പി കൊടുത്തുകൊണ്ട് പറയുവാണ്, എനിക്ക് വേറെ ഉദ്ദേശമൊന്നും ഇല്ല കേട്ടോ, എൻ്റെ ചിന്തകളെല്ലാം നിങ്ങളെക്കുറിച്ചാണ്. എന്നിട്ട് അയാൾ പറയുവാണ്, എസ്സൻ വേറെ എവിടുന്ന് വന്നെയാണ്, ഈ പദവി അങ്ങനെ എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല. എന്നിട്ട് എസ്സനെയും ഗ്വാൻസിക്കിനെയും കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ്. പണ്ടത്തെ അവർ ഒളിച്ചോടിയതും അങ്ങനത്തെ കുറേ സ്റ്റോറീസൊക്കെ പറയുകയാണ് അവരുടെ തൊട്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് എസ്സൻ നന്നായിട്ട് ഒരുങ്ങി ഡെപ്യൂട്ടി ചീഫ് എന്ന് എഴുതിയ ഒരു ഫ്ലവർ വേസുമായിട്ട് സ്കൂളിലോട്ട് മോളെ കാണാനായിട്ട് പോകുന്നതാണ്. ഇത് കണ്ടിട്ട് മകൻ ചോദിക്കുവാണ്, അമ്മ എന്താ വല്ല സലൂണിൽ നിന്നും വല്ലതും വരുവാണോ. അപ്പോൾ അമ്മ ചോദിക്കുവാണ്, ബാക്കിയുള്ള ലീഡേഴ്സിൻ്റെ അമ്മയൊക്കെ വന്നു, അവർ നിൻ്റെ ചേച്ചീനെ കുറിച്ചൊക്കെ ചോദിക്കും, നമുക്ക് ഫാക്കൽറ്റി റൂമിലോട്ട് പോയാലോ. അപ്പോൾ അവൻ പറയുവാണ്, അമ്മേനെ മാത്രമേ വിളിച്ചിട്ടുള്ളെന്ന്. അപ്പോൾ എസ്സൻ അവിടെ നിന്നിട്ട് അവനെ ഇങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ ക്ലാസ് ടീച്ചർ അങ്ങോട്ട് വരുവാണ്. അയാൾ വന്നിട്ട് എസ്സനോട് പറയുവാണ്, അകത്തേക്കല്ല പുറത്തേക്ക് വാ, നമുക്ക് പുറത്തേക്ക് നിന്ന് സംസാരിക്കാമെന്ന്. പുറത്തേക്ക് വന്നപ്പോൾ അയാൾ പറയുവാണ്, എൻ്റെയും പ്രിൻസിപ്പാളിൻ്റെയും കാറിൻ്റെ ഫസ്റ്റ് ലെറ്റർ നിങ്ങളുടെ മോൻ അടിച്ചു മാറ്റിയെന്ന്. ഇതെല്ലാം ഇളക്കി കൊണ്ടുപോയി ഇവൻ വിറ്റതാണ്. 20 വർഷമായിട്ട് ഞാനിവിടെ പഠിപ്പിക്കുന്നു, ഇങ്ങനത്തെ ഒരുത്തനെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. നിങ്ങൾ മകളെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് മകനെ നോക്കാൻ വിട്ടുപോയില്ലേ. ഇതെല്ലാം കേട്ട് എസ്സൻ അവിടെ മിണ്ടാതിരിക്കുവാണ്. അതിനുശേഷം കൊണ്ടുവന്ന ഫ്ലവർ വേസിലെ ആ ബാനർ പയ്യെ അയാൾ കാണാതെ എടുത്തു മാറ്റുവാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എസ്സനും മകനും കൂടി ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പോൾ എസ്സൻ പറയുവാണ്, നീ എന്നോട് മിണ്ടണ്ട, നീ എന്നോട് എന്താ പറഞ്ഞത്, ലീഡേഴ്സിൻ്റെ അമ്മമാരുടെ മീറ്റിംഗ് ആണെന്ന്, അങ്ങനെ പറഞ്ഞല്ലേ നീ എന്നെ വിളിച്ചു വരുത്തിയത്. ഇതുപോലെ ഞാൻ എങ്ങും ഇതിനു മുമ്പ് നാണം കിട്ടിയിട്ടേ ഇല്ല, നിന്നെയും ചേച്ചിനെ ഞാൻ ഒരുപോലെ തന്നെയല്ലേ വളർത്തിയത്, പിന്നെ നീ എന്താ എങ്ങനെ, നിൻ്റെ ചേച്ചിയുടെ പകുതിയെങ്കിലും ആവാൻ ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അവൻ ചോദിക്കുവാണ്, എന്നിട്ട് എന്തിനാ, ചീഫ് ആവാനാണോ, ഞാൻ അമ്മയ്ക്കൊരു നാണക്കേടാണോ എന്ന് ചോദിക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജിമ്യോങ് കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ജിമ്യോങ്ങിനെ കാത്ത് ഒരു ബ്ലാക്ക് കാറ് വെളിയിൽ വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ അവൾ അങ്ങോട്ട് നടന്നു പോകാൻ നേരത്ത് അവളുടെ 3 ഫ്രണ്ട്സ് മേളിൽ നിന്ന് പറയുവാണ്, ഇനി അത് അവളുടെ ബോയ് ഫ്രണ്ട് വല്ലതും ആണോ. ജിമ്യോങ് ആണെങ്കിൽ കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇവരെ തിരിഞ്ഞിട്ട് കൈവീശി കാണിക്കുവാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് കാറിനകത്ത് കയറി ഇരിക്കുക. പിന്നീട് കാണിക്കുന്നത് സാങ്കിലിനെയാണ്. സാങ്കിലിൽ ഇതുവരെയായിട്ട് അവരെ കുറ്റം പറഞ്ഞ് തീർന്നിട്ടില്ല. അയാൾ പറയാണ്, ആ ഫാമിലി അത്ര പോരാ, അത് ഒട്ടും കൊള്ളാത്തൊരു ഫാമിലിയാണെന്നൊക്കെ പറയുക. അടുത്ത സീനിൽ എസ്സനും ആൻറ്റിമാരും ഒക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ആൻറ്റിമാർ സാങ്കിലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എസ്സൻ പറയുകയാണ്, ഞാൻ എൻ്റെ പ്രതിജ്ഞകൾ കൊണ്ട് തന്നെ ജയിക്കാൻ പോവാന്ന്. അടുത്ത സീനിൽ സാങ്കിൽ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് സിഗരറ്റ് പാക്കറ്റ്സ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് പറയിപ്പിക്കുകയാണ്, നമ്മുടെ സാങ്കിൽ തന്നെ ആയിരിക്കും വിന്നറെന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് സാങ്കിലും മിസൂക്ക് എന്ന് പറയുന്നൊരു സ്ത്രീയും കൂടി കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചിങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ എസ്സനും ആൻറ്റിമാരും വന്ന് പൊക്കുന്നുണ്ട്. സാങ്കില് പറയാണ്, നിങ്ങളൊക്കെ ആരാ എൻ്റെ ലൈഫിൽ ഇടപെടാൻ. അപ്പോൾ ആൻറ്റിമാർ പറയുക,
പറയുകയാണ്, നിനക്ക് നാണമില്ലേ ചീഫ് ആവാൻ വേണ്ടിയിട്ട് കണ്ടവരുടെയൊക്കെ കാല് തടവാൻ നടക്കുന്നത്? നീ ഒരിക്കലും ചീഫ് ആവില്ല എന്ന്. സാങ്കില് ചോദിക്കുകയാണ്, ഇതെന്താ നിങ്ങൾ എല്ലായിടത്തും പറയാൻ പോവാണോ? അപ്പോൾ അവർ പറയാണ്, അതെ, ഞങ്ങളിത് എല്ലാവരോടും പറയും. അപ്പോൾ സാങ്കില് എസനോട് ചോദിക്കുകയാണ്, നീ പറയുമെന്ന്. അപ്പം എസൻ പറയാണ്, ഞാൻ പറയുമെന്ന്. പിന്നീട് കാണിക്കുന്നത് എസൻ ഡോങ്ക്രിയുടെ ആദ്യത്തെ ലേഡി ചീഫായതാണ്. അങ്ങനെ അവിടെ വന്ന എല്ലാവരും എസൻ്റെ പേര് പറഞ്ഞ് ആർത്ത് വിളിക്കുന്നതാണ് കാണിക്കുന്നത്. അവിടെ ഒത്തുകൂടിയവരെല്ലാവരും പാട്ടൊക്കെ പാടി വലിയ സന്തോഷത്തിലാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ സാങ്കില്ലോ അവിടെ ഇരിപ്പുണ്ട്. അയാൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് പറയുവാണ്, ഞാൻ രാജ്യം മനഃപൂർവ്വം വെച്ച് മാറിയതാണ്. രാത്രിയായിട്ടും അവിടുത്തെ ആഘോഷങ്ങളൊന്നും തീർന്നിട്ടില്ല. അപ്പോൾ ഗ്വാൻസിക്കിൻ്റെ അമ്മ പറയുവാണ്, എസൻ ഗ്വാൻസിക്കിനെ കണ്ടതാണ് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന്. അങ്ങനെ ഗ്വാൻസിക്ക് അവിടെ വന്നിട്ട് അവരോട് പറയുവാണ്, ഇച്ചിരി കൂടി വലുതാക്കി ഭക്ഷണം ഉണ്ടാക്കിക്കൂടെ എന്ന്. ഇതൊക്കെ കണ്ടിട്ട് ആൻറ്റിമാർ ചിരിക്കുവാണ്. പിന്നീട് എസൻ അവിടേക്ക് വരുമ്പോൾ സാങ്കിലിൻ്റെ ഭാര്യ അവിടെ ഒതുങ്ങിക്കൂടിയിരുന്ന് ഫുഡ് പാകം ചെയ്യുന്നത് കാണുന്നു. അവിടെ കൂടിയിരുന്നവർ പറയുവാണ്, സാങ്കില് വേറൊരു സ്ത്രീയായിട്ടിരിക്കുന്നത് അവർ കണ്ടു എന്നൊക്കെ. അപ്പോൾ എസൻ അവരുടെ അടുത്ത് പോയിരുന്നിട്ട് പറയുവാണ്, ഇലക്ഷൻ ടൈമിൽ ആൾക്കാർ ഓരോന്നൊക്കെ പറയും, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ അവർ എസനോട് ശരിയെന്ന് അയാളുടെ ഇതുപോലുള്ള കാര്യങ്ങൾ അറിയാന്നുള്ള മട്ടിൽ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് എസൻ അവിടെ കൂടിയവരുമായിട്ട് ഡാൻസ് കളിക്കുന്നതാണ്. അപ്പോൾ മകൻ പറയാണ്, അമ്മയെ ചെന്ന് പെട്ടെന്ന് വിളിച്ചോ, കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഗ്വാൻസിക്ക് അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മകൻ വീണ്ടും പോയി വിളിക്കാൻ പറയുമ്പം ഗ്വാൻസിക്ക് പറയാണ്, അവൾ കളിക്കട്ടെ, അവളുടെ ഇഷ്ടത്തിന് അവൾ കളിക്കട്ടെ എന്ന്. പിന്നീട് ഗ്വാൻസിക്ക് എസനെ മുതുകിലെടുത്തുകൊണ്ട് വരാനെടുത്ത് എസനോട് ചോദിക്കുകയാണ്, നിനക്ക് സന്തോഷമായോ എന്ന്. അപ്പോൾ എസൻ പറയാണ്, അതെ, എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ഗ്വാൻസിക്ക് പറയാണ്, ഇപ്പോൾ നീ ഡെപ്യൂട്ടി ചീഫോ വൈസ് പ്രസിഡന്റോ ഒന്നുമല്ല, ചീഫാണ്. അപ്പോൾ എസൻ പറയാണ്, 30 വർഷങ്ങൾക്ക് ശേഷം ഡെപ്യൂട്ടി എന്ന പദം എന്നിൽ നിന്ന് മാറി. ഇത് പറയാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തി ഇവിടെ ഇല്ല. കുഞ്ഞിലെ എസൻ പറഞ്ഞ കാര്യം എസൻ ഇങ്ങനെ ഓർക്കുവാണ്. മുമ്പ് അമ്മയുടെ കൈപിടിച്ച് നടന്നിരുന്നപ്പോൾ എസൻ പറഞ്ഞിട്ടുണ്ട്, വൈസ് പ്രസിഡന്റിൽ നിന്ന് ഞാൻ പ്രസിഡന്റ് ആവുമെന്ന്. അമ്മ പറയാണ്, അപ്പോൾ ഞാനൊരു പ്രസിഡന്റിന്റെ അമ്മയാവുമെന്ന്. ഞാൻ ആ കുന്നോളം റൈസ് കേക്ക് ഉണ്ടാക്കും. ആ ദിവസത്തിന് വേണ്ടി ഞാൻ സന്തോഷത്തോടെ കാത്തിരിക്കുമെന്ന് അമ്മ പറയുന്നുണ്ട്. അടുത്ത സീനിൽ എസൻ ആൻറ്റിമാർക്കായിട്ട് റൈസ് കേക്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുവാണ്. എന്നിട്ട് ആൻറ്റിമാർ എസൻ്റെ അമ്മയുടെ ഫോട്ടോ നോക്കി പറയുവാണ്, അവളിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ചെണ്ട കൊട്ടിക്കൊണ്ട് നടന്നേനേന്ന്. അടുത്ത സീനിൽ നമ്മുടെ ജിമ്മിയോങ് കാറിൽ ഇങ്ങനെ വരുമ്പോൾ യോങ് ബോങ്ങിനെ കാണുന്നതാണ്. ബിൽഡിങ്ങിന് മുകളിൽ വെച്ച് കണ്ട ആ 3 പേര് യോങ് ബോങ്ങിനോട് സംസാരിക്കുന്നത് കാണിക്കുന്നു. അവർ പറയുവാണ്, ആ കാറിനകത്ത് ആരാണെന്ന് നിനക്കറിയാവോ? എന്തോ ഒരു പന്തികേട് തോന്നുന്നില്ലേ? ഇനി നിന്നെ അവൾ തേച്ചോ എന്നിങ്ങനെയൊക്കെ അവർ ചോദിക്കാൻ നേരത്ത് യോങ് ബോങ് ആണെങ്കിൽ ഒന്നും മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കുക. പിന്നീട് ജിമ്മിയോങ് ആണെങ്കിൽ ഒരു സ്കൂളിൻ്റെ മുമ്പിൽ കാറിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു കുട്ടി വന്ന് കാറിലോട്ട് കയറുന്നുണ്ട്. അവളുടെ പേര് ജെനി എന്നാണ്. ജിമ്മിയോങ് അവൾക്ക് ട്യൂഷൻ എടുക്കുവാണ്. അതുകൊണ്ടാണ് അവളുടെ കോളേജിന് മുന്നിൽ കാർ വരുന്നത്. ജെനി ആണെങ്കിൽ കാറിലിരുന്നിട്ട് സീറ്റിലോട്ട് കാലൊക്കെ ഇങ്ങനെ പൊക്കി വെക്കുമ്പോൾ ജിമ്മിയോൻ പറയുവാണ്, ഇതൊന്നും ശരിയല്ല, ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ജെനി മോശമായിട്ട് സംസാരിക്കുമ്പോൾ ജിമ്മിയോൻ പറയുവാണ്, സ്പെല്ലിംഗ് പോലും നിനക്ക് മര്യാദയ്ക്ക് അറിയത്തില്ല, പിന്നെ നീ ഇതൊക്കെ എവിടുന്നാ പഠിക്കുന്ന? പിന്നീട് ജിമ്മിയോൻ ഒരു ഭരണിയുടെ ഫ്രണ്ടിലിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആ ഭരണി നിറച്ച് കാശാണ്. അപ്പോൾ ജെനി ഒന്ന് പറയുവാണ്, അമ്മ പറഞ്ഞായിരുന്നു പഠിപ്പിച്ചതിനുള്ള കാശ് അതിൽ നിന്ന് എടുത്തോളാൻ, ഒട്ടും കുറയാണ്ട് തന്നെ അങ്ങ് എടുത്തോ. ജിമ്മിയോങ് അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ വേലക്കാരി വന്നിട്ട് പറയുവാണ്, അതുപോലെ ഒരെണ്ണത്തിന് പഠിപ്പിക്കുന്നതല്ലേ, നീ കൈ നിറയെ അങ്ങ് എടുത്തോ. അപ്പോൾ അവിടേക്ക് ഒരു കോള് വരുവാണ്. അപ്പോൾ ജെനി പറയുവാണ്, അമ്മ വരുന്നുണ്ട്, അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് നിന്ന് വേലക്കാരി പറയാണ്, പെട്ടെന്ന് തന്നെ പൊക്കോ, അതാണ് നല്ലതെന്ന്. പിന്നീട് കാണിക്കുന്നത് ജിമ്മിയോങ്ങും ജെനിയുടെ അമ്മയായിട്ട് സംസാരിക്കുന്നതാണ്. അവർ പറയുവാണ്, ഞങ്ങൾക്ക് എല്ലാം തന്നെയുണ്ട്, പക്ഷേ വിദ്യാഭ്യാസം മാത്രം ഇല്ല. മോളും അത്ര മെച്ചമൊന്നുമല്ല, പണക്കാരിയാണെന്നേ ഉള്ളൂ, തലയിലൊന്നുമില്ല. അതുകൊണ്ട് അവൾക്ക് പകരം ആള് മാറി കോളേജ് എൻട്രൻസ് എക്സാം നീ എഴുതണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ ജിമ്മിയോങ്ങിൻ്റെ പേരിലുള്ള കുറേ വ്യാജ ഐഡിയകളും എല്ലാം എടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കുവാണ്. അവൾക്ക് ഏറ്റവും മികച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടുവാണെങ്കിൽ ജിമ്മിയോന് സോളിലെ ഏറ്റവും മികച്ചൊരു അപ്പാർട്ട്മെൻറ്റ് തന്നെ മേടിച്ച് തരാമെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഗ്വാൻസിക്ക് ജിമ്മിയോനെ തിരക്കി അവളുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. ഗ്വാൻസിക്ക് ബോർഡ് നോക്കി പറയുവാണ്, ഇവിടെ ബോർഡിംഗ് ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ ഇത്രയും പൈസയാവുമോ? അപ്പോൾ അടുത്തായിട്ട് യോങ് ബോങ് നിന്നിട്ട് പറയുവാണ്, ഭയങ്കര റേറ്റ് ആയിരിക്കും. ഗ്വാൻസിക്ക് ആണെങ്കിൽ യോങ് ബോങ്ങിൻ്റെ കയ്യിലിരിക്കുന്ന പൂവൊക്കെ നോക്കുവാണ്. പിന്നെ സെക്യൂരിറ്റി ഓഫീസിൽ ഇരുന്നിട്ടും ഗ്വാൻസിക്ക് യോങ് ബോങ്ങിനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യോങ് ബോങ് ചിന്തിക്കുവാണ്, ഇയാളെന്തിനാ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്ന? ഗ്വാൻസിക്ക് അടുത്തിരിക്കുന്ന ആളോട് പറയുക, നമുക്ക് ആർമിയും പോലീസിനെ വിളിച്ചാലോ? ഗേൾസ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ ഒരു സോൾജർ ഇരിക്കുന്ന കണ്ടില്ലേ? അപ്പോൾ അയാൾ പറയുകയാണ്, ബോയ്സ് ഹോസ്റ്റൽ ഇവിടെ അടുത്താണ്, അവർ ലീവൊക്കെ കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരാറുണ്ടെന്ന്. അപ്പോഴാണ് യോങ് ബോങ്ങിന് ഓർമ്മ വരുന്നത് അത് ജിമ്മിയോങ്ങിൻ്റെ അച്ഛനാണെന്ന്. അവനാണെങ്കിൽ ഗ്വാൻസിക്കിൻ്റെ അടുത്ത് വന്നിട്ട് പറയുവാണ്, അച്ഛാ, നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? അന്ന് അഡ്മിഷൻ്റെ സമയത്ത് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നില്ലേ, ഞാൻ ജിമ്മിയോങ്ങിൻ്റെ ഫ്രണ്ടാണെന്ന്.
അപ്പോൾ ഉടനെ വാൻസിക്ക് ചോദിക്കുവാണ്, അതൊക്കെ ശരി, നീ എന്തിനാ എന്നെ അച്ഛാന്നൊക്കെ വിളിക്കുന്നത്? അടുത്ത സീനിൽ കാണിക്കുന്നത് ജിമ്യോങ് ജെനിയുടെ അമ്മയടുത്ത് പറയുവാണ്, ട്യൂഷൻ എടുക്കുന്നത് തന്നെ ഇല്ലീഗലാണ്, ഇവിടെ വരുമ്പോൾ തന്നെ ഞാൻ പേടിച്ചിട്ടാണ് വരുന്നത്, ഇത് കോളേജിൽ അറിഞ്ഞാൽ എന്നെ കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കും. അപ്പോൾ അവർ പറയുവാണ്, ഹൈ റിസ്ക് എടുത്താൽ നിനക്കൊരു അപ്പാർട്ട്മെൻറ്റ് കിട്ടും, എക്സാം സെൻറ്ററിലുള്ളവരെയൊക്കെ കുറിച്ച് നീ പേടിക്കണ്ട, അവരെയൊക്കെ ഞാൻ കാശ് കൊടുത്തതിൻ്റെ വരുതിയിലാക്കിക്കോളാം. വിദേശത്തേക്ക് പോകാൻ നിനക്ക് സ്കോളർഷിപ്പ് ഒക്കെ വേണ്ടേ? നിന്റെ അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ട് തന്നെ ആലോചിച്ചിട്ടൊരു മറുപടി പറയുന്ന അവളോട് പറയുക. കുറേ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒക്കെ ഫോട്ടോ അവളുടെ ഫ്രണ്ടിൽ നിരത്തി വെച്ചിട്ട് പറയുകയാണ്, നീ ഇതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തോളാൻ. അപ്പോൾ ജിമ്മിയോൻ പറയുകയാണ്, എനിക്കിതിലൊന്നും താല്പര്യമില്ലെന്ന്. വെനസ്ഡേയുടെ സ്പെല്ലിംഗ് പറയാൻ പോലും അറിയാത്ത ഒരാൾ യൂണിവേഴ്സിറ്റിയിലോട്ട് പോയിട്ട് എന്താ കാര്യം? അവളുടെ ഇഷ്ടത്തിനുള്ളത് തിരഞ്ഞെടുക്കാൻ അവളെ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഒന്നുമില്ലെങ്കിലും അഭിമാനത്തിനൊരു കുറവുമില്ലെന്നും പറഞ്ഞ് ജെനിയുടെ അമ്മ ദേഷിക്കുവാണ്. ഇത് കേട്ടിട്ട് ജിമ്മിയോങ് ആണെങ്കിൽ ആ ഭരണിയിൽ നിന്ന് എക്സ്ട്രാ ഫീസും കൂടെ എടുത്തിട്ട് പുറത്തോട്ട് പോവാണ്. പുറത്തേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി പറയുവാണ്, ആ വീട്ടിൽ നിന്ന് എടുത്തതെല്ലാം തിരികെ തരാൻ. അവൾ എക്സ്ട്രാ ഫീസൊക്കെ എടുത്തത് തിരികെ കൊടുക്കുവാണ്. എന്നിട്ട് പറയുവാണ്, ഞാൻ കള്ളിയൊന്നുമല്ല, ഞാൻ പഠിപ്പിച്ച കാശാണ് ഞാൻ എടുത്തതെന്ന്. അപ്പോൾ സെക്യൂരിറ്റി പറയുവാണ്, ആ എടുത്ത ഡയമണ്ട് റിങ്ങും കൂടി ഇവിടെ വെച്ചിട്ട് പോവാൻ. പിന്നീട് കാണിക്കുന്നത് ജിമ്മിയോങ് ചെന്ന് ജെനിയുടെ വീട്ടിൻ്റെ വാതിൽ മുട്ടുവാണ്. ജെനിയുടെ അമ്മയുടെ പേരും ജെനിയുടെ പേരും ഒക്കെ വിളിച്ച് വാതിൽ മുട്ടുവാണ്. അങ്ങനെ ഈ എപ്പിസോഡ് എൻഡ് ആവുകയാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.